ബിഗ് ബോസിന് എത്താതിരുന്നതുകൊണ്ട് ബിഗ് ബോസ് നിരവധി തവണ ജാസ്മിനുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ അവിടെ കൊടുത്തിരുന്ന 2 പ്രധാന നമ്പറുകളിലും അതുപോലെ തന്നെ മറ്റൊരു ആൾട്ടർനേറ്റീവ് നമ്പറിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും 2 ഭാഗത്ത് ഇവിടുത്തെ ഒരു അംഗമാണ്, ഞങ്ങളെ സുഹൃത്തിന്റെ മകളാണ്. ആണോ? ജാസ്മിൻ അപ്പം കുറച്ച് ദിവസം മുന്നത്തെ ഒരു കാര്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ജാഫർ സ്റ്റോർ റൂമിൽ ചെന്ന് കണ്ടിട്ട് അവൾക്കൊരു ലെറ്റർ എന്തോ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലെറ്റർ കിട്ടി. ആ ലെറ്റർ വായിച്ചിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് ആ ലെറ്റർ മടക്കി അവരുടെ ബാഗിൽ വെക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ കണ്ടിന്യത്. അപ്പോൾ ഇതിനെ പറ്റിയാണ് ഞാൻ ആ ഒരു സമയത്ത് വീഡിയോ ഇടാഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് അതിനൊരു ഒരു വ്യക്തത എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി പക്ഷേ ഇപ്പം എനിക്കത് അതെന്താണ് ആ കാരണം എന്നുള്ള അത് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്താൽ പോരല്ല, വെറുതെ എടുത്ത് പിടിച്ചാൽ നമ്മൾ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് ആ ഒരു സംഗതി ഇത്ര ലേറ്റായിട്ട് ഞാൻ ഇടാൻ വേണ്ടിയിട്ടുള്ള കാരണം കേട്ടോ. അപ്പം അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ വലിയ കാര്യമൊന്നുമല്ല. അതായത് വലിയ കാര്യത്തിൽ നെഗറ്റീവോ കാര്യങ്ങളോ അങ്ങനെ പറയാനുള്ളതൊന്നുമല്ല. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അവരുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് വീണ്ടും ഇൻഫർമേഷൻ എത്തിച്ചു കൊടുത്തതാണെന്ന്. പക്ഷെ അങ്ങനൊന്നല്ല കേട്ടോ. അതെന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഡ്രസ്സിന്റെ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. അതായത് അവർക്ക് ഡ്രസ്സ് എത്താൻ വേണ്ടിയിട്ട് ഡിലേ ആയി. അപ്പം അതിന്റെ ആ ഒരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തിനാണ് ഇത്രയും അധികം ഇമോഷൻസ് ഇങ്ങനെ വാരി വിതരണനാണ്. പിന്നെ അവരുടെ അതായത് ജാസ്മിൻ്റെ എന്ന് പറയണമെങ്കിൽ അങ്ങനെയാണ് അവരുടെ ആ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ അങ്ങ് വാരി വിതറും. അപ്പം അത് കാരണം നമുക്ക് അത് ആ ഒരു ലെവലിലേക്ക് എടുക്കാം. അപ്പം ആ ഒരു ലെറ്ററിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ലെറ്ററിന്റെ ആ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അവർക്കൊരു ഡ്രസ്സ് അയച്ചു കൊടുക്കണം ബോട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടിക്ക് ഡ്രസ്സ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ 1-2 ദിവസം ഡിലേ ആയി. അതായിരുന്നു സംഭവം. അപ്പം അതിനാണ് ജാസ്മിൻ ആ ഒരു ലെറ്റർ കിട്ടി. അത് വായിച്ച സമയത്ത് അങ്ങനെ ഇമോഷണൽ ആയിട്ട് നമ്മൾ കണ്ടത്. അല്ലാതെ അത് നാട്ടിലെ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ വാപ്പാന്റെ വീണ്ടും എന്താ പറയുക അറ്റാക്ക് പോലെയുള്ള അങ്ങനെയുള്ള സംഗതികളോ കാര്യങ്ങളോ ഒന്നല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാനും വിചാരിച്ചു വീണ്ടും ബിഗ് ബോസ് എന്താ പറയുക ഇവളെ തലയെടുത്ത് വെച്ചോ എന്നൊക്കെ ഞാനും വിചാരിച്ചു. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് ജാസ്മിനോടൊരു പ്രത്യേക പരിഗണന എല്ലാ കാര്യങ്ങളിലും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ എടുത്തു പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മളെ ലാലേട്ടൻ വന്ന ആ ഒരു എപ്പിസോഡിൽ ജാസ്മിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ലാലേട്ടൻ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത്. അതായത് ഡയറക്റ്റ് നോമിനേഷനിൽ പോയത് ജാസ്മിൻ ഞാൻ നോമിനേറ്റ് ചെയ്യട്ടെ. അപ്പോൾ ജാസ്മിൻ ആയിക്കോട്ടെ ലാലേട്ട അങ്ങനെ പറഞ്ഞിട്ടാണ് നോമിനേഷനിൽ പോയത്. അപ്പം എല്ലാ കാര്യങ്ങളും ജാസ്മിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇവര്, അതായത് ജാസ്മിന്റെ പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതേപോലെയുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊന്നും മറ്റ് കണ്ടസ്റ്റൻസിന് കിട്ടുന്നില്ല എന്നാണ് കേട്ടോ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. നമ്മൾ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ പറയാം. ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പം പറ്റിക്കൊള്ളണം എന്നില്ല. കാര്യം ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതായത് കുറേ ബളബളാ പറയും. പിന്നെ വീക്കെൻഡ് ആവുന്ന സമയത്ത് അതായത് ലാലേട്ടൻ വരുന്ന സമയത്ത് ഭയങ്കര ക്യൂട്ട്നെസ് അങ്ങ് വാരി വിതറും. അപ്പം എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം വീണ്ടും ഡ്രസ്സിലേക്ക് തന്നെയാണ് വന്നെത്തിയേക്കുന്നത്. അപ്പം അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് അതായത് ആ ഡ്രസ്സിന്റെ ഇഷ്യൂ പറയാൻ വേണ്ടിയിട്ട് അത്ര തന്നെ ഉള്ളൂ. അത് പുറത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണലില്ല. അതായത് ഈ ജിനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോ ആണ് കേട്ടോ. അപ്പം അവരുടെ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കുറേ മുന്നേ കാണൽ തുടത്തിയിട്ടൊന്നുമില്ല, കുറച്ചായിട്ടുള്ളൂ കാണൽ തുടത്തി. അതായത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ, അസ്ല, ഷെഫീന അവരുടെ ഒക്കെ ആ ഒരു ഇഷ്യൂ വന്നിരുന്നല്ലോ ഒരു 3-4 മാസം മുന്നേ. ആ ഒരു സമയത്താണ് കാണാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് കണ്ട സമയത്ത് ഈ ജിനു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രോ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു താത്തി കെട്ടുന്ന രീതിക്ക്, അതായത് അവരുടേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിൽ സംസാരിക്കുന്നതായിരിക്കും. പക്ഷെ കാണുന്ന സമയത്ത് നമുക്ക് അത് അങ്ങനെ അത്ര വലിയ കാര്യത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തംലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള തംലൈനും കാര്യങ്ങളൊക്കെ ആണ് അവർ ചെയ്യുക. അതായത് ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും, അങ്ങനത്തെ തംലൈനും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. നോക്കിപ്പോവും മീൻസ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. മെയിനായിട്ട് ഈ യൂട്യൂബിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് വേണ്ടിയത്. അതായത് നമ്മളിപ്പോൾ ഒരു തംലൈൻ കാണുകയാണെങ്കിൽ ആ തംലൈൻ കണ്ടിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഒരിക്കലും എന്താ പറയുക ആരും ഹേർട്ട് ചെയ്യുന്ന രീതിക്കുള്ള തംലൈനോ കാര്യങ്ങളോ വെക്കരുതെന്നായിരുന്നു എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അപ്പം അതെന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജുനു ബ്രോ എന്ന് പറഞ്ഞിട്ട് ജിനു അങ്ങനെ എന്തോ ആണ്. അപ്പൊ ആ ഒരു ഈ തംബ്ലൈനും കാര്യങ്ങളൊക്കെ എന്തിടണം, എങ്ങനെ ഇടണം, ഏതിടണം എന്നൊക്കെ ഉള്ളത് അതൊക്കെ അവനാന്റെ ഇഷ്ടമാണ്. ഇപ്പൊ എന്റെ ഈ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എങ്ങനത്തെ തംബ്ലൈൻ ഇടണം ഞാനാ തീരുമാനിക്കേണ്ടത്. അതെല്ലാം ശരിയാണ്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഹെർട്ട് ചെയ്യുന്ന സംഗതി ഉണ്ടല്ലോ, അത് മാക്സിമം അത് ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്ന ആൾക്കാർക്ക് ഒരു സമാധാനമായിരിക്കുമല്ലോ. അങ്ങനെ എന്തായാലും ഈ ജുനു ബ്രോ എന്ത് ചെയ്ത് ജാസ്മിന്
ജുനൂബ്രോ അല്ല, ഒരുപാട് ആൾക്കാർ ജാസ്മിന് എതിരായിട്ടും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ജുനൂബ്രോ ജാസ്മിന് എതിരായിട്ട് ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ, അതായത് കമൻറ്റ് ബോക്സിൽ, കമൻറ്റ് സെക്ഷനിൽ ഈ ജാസ്മിൻ്റെ ജാഫർ ഖാൻ അങ്ങനെ എന്താണ് ഐ ഡി നെയിം തോന്നുന്നുണ്ട്, ഞാൻ ഇവിടെ എവിടെയും കൊടുക്കാം കേട്ടോ, ഇതാണ് ഐ ഡിയും തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. അപ്പം മൂപ്പർ എന്ത് ചെയ്ത് വന്നുകാണ്ട് ഒരു കമൻറ്റ് ഇട്ട്, കമൻറ്റ് മീൻസ് ഭയങ്കര ഒരു തെറി കമൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതും ഞാൻ അവിടെ വെക്കാം കേട്ടോ, ഞാൻ എന്തായാലും പറയണില്ല അതെന്താന്ന്. അപ്പോൾ അതും ഞാൻ അവിടെ വെക്കാം. അപ്പം അതങ്ങനെ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഏതൊരു വാപ്പാണെങ്കിലും ചെയ്തു പോകുന്ന, അതായത് ഈ ജുനൂബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മൂപ്പരും ഒരിച്ചിരി കൂടുതലായിട്ട് അങ്ങ് ഈ ജാസ്മിനെ കുറിച്ചാണ്ട് അങ്ങ് പറഞ്ഞ്. അപ്പോൾ ആ പറഞ്ഞത് സ്വാഭാവികം ആ വാപ്പാക്ക് പറ്റിയില്ല. അപ്പോൾ ആ വാപ്പ എന്ത് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അതിന് റിപ്ലൈ കൊടുത്ത്, അത്ര സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ആ കൊടുത്ത റിപ്ലൈ ഒരിച്ചിരി കൂടിപ്പോയി തോന്നുന്നുണ്ട്. പക്ഷെ അതിലും കൂടിപ്പോയി ഇവരുടെ ഈ കമൻറ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. ഒരുപക്ഷെ ജാസ്മിൻ കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട 2 നമ്പറുകൾ അദ്ദേഹത്തിന്റെ പേരൻസിന്റെ ആയിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു നമ്പർ കൊടുത്തിരുന്ന ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഭാവി വരന്റെ ആയിരിക്കാം. സോ അവരെ രണ്ടുപേരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് റെസ്പോൺസ് വളരെ മോശമായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ജാസ്മിനുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ തങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ലെന്നുള്ള ഒരു സ്റ്റാൻഡാണ് അവർ എടുത്തിരിക്കുന്നതെന്നാണ് ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ജാസ്മിന്റെ മുൻപോട്ടുള്ള പോക്കിന് വലിയ വിലങ്ങുതടിയാവും. തീർച്ചയായും കോസ്റ്റ്യൂംസ് വീട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാർ തന്നെയാണ് കൊടുക്കേണ്ടത്. ഒരുപക്ഷെ വീട്ടുകാരില്ലാത്തവരാണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി, അവരുടെ സുഹൃത്തുക്കൾ ഒക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാറുള്ളത്. എന്നാൽ ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ജാസ്മിന്റെ കളി അത്രത്തോളം മികച്ചതായതുകൊണ്ട് അദ്ദേഹത്തിനെ വീട്ടുകാർ പോലും ഉപേക്ഷിച്ച മട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പോലും ഉപേക്ഷിച്ച മട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് മുന്നോട്ട് പോകാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ ന്യൂസ് കേൾക്കുന്ന ആരെങ്കിലും ജാസ്മിന്റെ ആരാധനാ കഥാപാത്രങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധി മനസ്സിലാക്കി ഇടപെടൽ നടത്തുമെന്ന്. അപ്പം ഇങ്ങനത്തെ ഒരു ന്യൂസ് ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയില്ല. സംഗതി ശരിയാണ്, ജാസ്മിൻ ആ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹൗസിൽ ഒരുപാട് ചണ്ടിത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഓക്കെ, നമ്മൾ തെറ്റ് ചെയ്തതിന് അത് തെറ്റാണെന്ന് തന്നെ പറയണം, അതെല്ലാം ഓക്കെ. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, ശുദ്ധ ചണ്ടിത്തരായിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് ആരായാലും ഒന്നും പ്രതികരിക്കും. അപ്പോൾ ഈ ഒരു ന്യൂസിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി. അപ്പോൾ ആ 2 നമ്പറിൽ വിളിച്ചിട്ടും ആരും പ്രതികരിക്കണില്ല എന്ന് കഴിഞ്ഞിട്ടോ പറഞ്ഞത്. അതേപോലെ തന്നെ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പറഞ്ഞാണ്ട് ഇങ്ങോട്ട് വിളിക്കേണ്ട, അവിടെ നിന്ന് ആരും പ്രതികരിക്കൂല, ഡ്രസ്സിൻ്റെ ഇഷ്യൂ ആണെങ്കിലും ഒന്നും അങ്ങോട്ട് എത്തിക്കൂല, അങ്ങനെയൊക്കെ ഉള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജുനൂബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രോ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതൊക്കെ പാടെ കൂടി കണ്ടപ്പോൾ ജാസ്മിന്റെ വാപ്പ ആകെ പൊട്ടിത്തെറിച്ച്, അതാണ് സംഭവിച്ചത് കേട്ടോ. പിന്നെ ഈ ജുനൂബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള അവരെന്നായിരുന്നു കേട്ടോ ഈ ജാസ്മിൻ കാഫിറോ എന്നൊക്കെ പറഞ്ഞിട്ട് തംബ്ലൈനിൽ നല്ല അടിപൊളി വലിയ തംബ്ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിരുന്നത്, അതായത് വീഡിയോ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ട സമയത്ത് ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട സമയത്ത് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാൻ മാത്രമുള്ളതൊന്നുമില്ല. പക്ഷേ അത് എന്താ പറയുക, ആ ഒരു തംബ്ലൈൻ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തംബ്ലൈൻ ഭയങ്കര കണ്ടാൽ അതെന്താണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ള ആ ഒരു ലെവലിൽ നമ്മൾ എടുത്ത് നോക്കൂട്ടോ.